ഹായ് പ്രിയരെ, എല്ലാവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനം. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 16-ാം വാക്യം. നന്മ ചെയ്യുന്നതിലും നമുക്കുള്ളവ മറ്റുള്ളവരെ പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. അത്തരം ബലികൾ കർത്താവിന് പ്രീതികരമാണ്. വളരെ നല്ല വചനമാണ് പ്രിയ സഹോദരങ്ങളെ. മനസ്സിനെ വളരെ സ്പർശിക്കുന്ന, ആഴത്തിൽ സൗഖ്യപ്പെടുത്തുന്ന ഒരു വചനം. എപ്പോഴും കർത്താവിനെ സ്തുതിക്കുന്നതിനേക്കാൾ ഉചിതം നമുക്കുള്ളവ മറ്റുള്ളവരെ പങ്കുവയ്ക്കുക. പലരും ചിന്തിക്കുന്നത് നമുക്കുള്ളവ മറ്റുള്ളവരെ പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്കുള്ള സമ്പത്ത് മറ്റുള്ളവരെ കൊടുക്കുക എന്നാണ്. അത് കാരണം അവർ ഈ വചനം തള്ളിക്കളയുന്നു. അങ്ങനെയുള്ള പ്രിയ സഹോദരങ്ങളെ, നമുക്കുള്ള പ്രകാശം, ദൈവത്തിൽ നിന്ന് ലഭിച്ച കൃപ, അനുഗ്രഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഇത് കർത്താവിനെ കുറിച്ച് അറിയാത്ത ഒരു സഹോദരനുമായി അല്ലെങ്കിൽ ഒരു സഹോദരിയുമായി പങ്കുവയ്ക്കുക. ദൈവം നമ്മളിലേക്ക് ചൊരിഞ്ഞ ആ സ്നേഹം, ആ സമുദ്രത്തേക്കാൾ ആഴത്തിലുള്ള ആ സമാധാനം മറ്റുള്ള അയൽക്കാരനുമായി പങ്കുവയ്ക്കുമ്പോൾ അതാണ് കർത്താവ് ഏറ്റവും പ്രീതികരമായ ആരാധന. ഒരു നല്ലൊരു സ്വഭാവം കൊണ്ടോ ഒരു നല്ലൊരു ആഗ്രഹം കൊണ്ടോ കർത്താവിനെ പ്രീതിപ്പെടുത്തുക സാധ്യമല്ല. നമ്മളിലെ പ്രവൃത്തികൾ, അതാണ് പ്രിയ സഹോദരങ്ങളെ കർത്താവിനെ പ്രീതിപ്പെടുത്തുന്നത്. നമ്മുടെ പ്രവൃത്തികൾ അത് പ്രകാശമായി നമുക്ക് ചുറ്റും വ്യാപരിക്കുന്നു. അതിലൂടെ മറ്റുള്ളവരും കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ലഭിച്ച ദൈവസ്നേഹവും കൃപയും അനുഗ്രഹവും എന്തുമായിക്കോട്ടെ, ദൈവത്തിൻ്റെ വാഗ്ദാനം ലഭിച്ച വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നമുക്ക് ആ വാഗ്ദാനം നമ്മുടെ സഹോദരൻ ലഭിക്കാനായി നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ഒരു പങ്കുവയ്ക്കലിൻ്റെ ശുശ്രൂഷയിലേക്ക് നമുക്ക് കടന്നു വരാം. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പങ്കുവയ്ക്കൽ ശുശ്രൂഷ തന്നെയാണ്. പങ്കുവയ്ക്കപ്പെടുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം, രക്തവും പങ്കുവയ്ക്കലിന് തുല്യമാണ്. നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ സ്നേഹവും സമാധാനവും ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ള കൃപ, വലിയൊരു മനസ്സ് ഞങ്ങൾക്ക് നൽകിയാണ്. അനുഗ്രഹിക്കണമേ. ആമേൻ.